KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ അതൃപ്തി വ്യക്തമാക്കി ദീപദാസ് മുൻഷി. ഐക്യം ഇല്ലെങ്കിൽ ചുമതല ഒഴിയാമെന്ന് ദീപദാസ് മുൻഷി പറഞ്ഞു. ഐക്യത്തോടെ മുന്നോട്ട് പോയാലേ വിജയമുണ്ടാകൂ എന്നും ദീപദാസ് മുൻഷി ഈ യോഗത്തിൽ വ്യക്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സലീം മാലിക് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സലീം, വിവിധ വിഷയങ്ങൾ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയായെങ്കിലും കോൺഗ്രസിലെ അനൈക്യം അത് തന്നെയാണ് മുഖ്യ വിഷയമായി ഈ ചർച്ചയായെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി അടക്കം അക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയെന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇനി തുടർ ചർച്ചകൾ ഒക്കെ എങ്ങനെയാണ്, ഒപ്പം മറ്റ് നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ അതെങ്ങനെയായിരുന്നു യോഗത്തിലുണ്ടായത് എന്ന് വ്യക്തമാവുന്നുണ്ടോ? അതിൻ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അത് കോൺഗ്രസിനുള്ളിലെ അനൈക്യം തന്നെയായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് 5.5 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ദീപദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഐക്യമില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ താൻ ഈ സ്ഥാനം ഒഴിയാമെന്ന അതൃപ്തി കൃത്യമായി യോഗത്തിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഏതെങ്കിലും നിലയിൽ വിജയമുണ്ടാകൂ, അത് ആ നിലയിൽ തന്നെ പരിശ്രമിക്കണം, ഇതില്ലെങ്കിൽ താൻ ഈ സ്ഥാനത്ത് തുടരില്ല എന്നുള്ളതായിരുന്നു ദീപദാസ് മുൻഷിയുടെ നിലപാട്. മാത്രമല്ല, എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ആ നിലയിൽ തന്നെ കോൺഗ്രസ് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന സന്ദേശമായിരുന്നു യോഗത്തിൽ നൽകിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ നൽകുന്നത് മോശം സന്ദേശമാണ്. ആ സന്ദേശം ഒഴിവാക്കണം. അതിനുശേഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ എന്നായിരുന്നു സിദ്ദീഖ് പറഞ്ഞത്. ഈ രാഷ്ട്രീയകാര്യ സമിതിയുടെ ഗൗരവം ഉൾക്കൊണ്ട് ഓരോ മാസത്തിൽ ഒരിക്കലെങ്കിലും രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണം എന്നുള്ളതായിരുന്നു ബെന്നി ബെഹന്നാന്റെ നിലപാട്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ആ നിലയിൽ ഓരോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.